അമ്മേൻ്റെ നാട്ടിലെ കുറച്ച് സുന്ദരമായ കാഴ്ചകൾ കണ്ടാലോ? ഞാനേ ഈ കാഴ്ചകളൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒന്ന് പുറത്തിറങ്ങിയതാണേ. ഞാനിങ്ങോട്ടാണ് ഈ കാട്ടിലൂടെ എന്നായിരിക്കും നിങ്ങളിപ്പോൾ വിചാരിക്കുന്നത്. ആ കാടിൻ്റെ ഉള്ളിൽ ഒരു ചോലയുണ്ട്. ആ ചോലയ്ക്കൊരു പ്രത്യേകതയും കൂടി ഉണ്ട്. എന്താണെന്നറിയോ? ആ ചോലയിൽ നിന്ന് ഒരുപാട് ആളുകൾ കുടിക്കാൻ വേണ്ടിയിട്ട് വെള്ളം എടുക്കുന്നുണ്ട്. അതും കൂടാതെ ആ ചോലയത്തെ വെള്ളം ഒരിക്കലും വറ്റിപ്പോവില്ല. ആ ചോല എങ്ങനെയുണ്ട് നമുക്കൊന്ന് കണ്ടാലോ? ചോലയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഗായ്സ്. ഒരു കാടിൻ്റെ നടുക്കിലായതുകൊണ്ട് തന്നെ നല്ലൊരു വൈബാണ് കേട്ടോ. അവിടെ പോയി കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, നല്ല കിളികളുടെ ശബ്ദവും പൂമ്പാറ്റകൾ പാറുന്നുണ്ട്. ഒരുപാട് പൂമ്പാറ്റകളും കുറേ പ്രാണികളും നല്ല പച്ചപ്പ് പിടിച്ച സ്ഥലം. അമ്മേൻ്റെ നാട്ടിൽ ഇത്രയും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലേസസ് ഉണ്ടെന്ന് ഞാൻ ഇപ്പോഴാണ് അറിയുന്നത് കേട്ടോ. കാരണം എന്താണെന്നറിയോ? അത്രയും ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ ഈ സ്ഥലങ്ങളൊക്കെ കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് ഈ ചോല ഇഷ്ടപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളത് ഒന്ന് കമൻറ്റ് ചെയ്യണേ. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും എത്രത്തോളം കാടുണ്ട് അവിടെയെന്ന്. പിന്നെ അമ്മ നിർബന്ധിച്ചപ്പോൾ ഞങ്ങൾ പിന്നെ അവിടെ നിന്ന് അങ്ങോട്ട് പോന്നു കേട്ടോ. കാരണം നല്ല വെയിലുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞങ്ങൾ വേഗം പോകുന്നത്. ഇനി പിന്നെ ഒരു ദിവസം പോവാമെന്ന് അമ്മ പറഞ്ഞു. ഈ കാവ് കണ്ടു. ഈ കാവിനൊരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഇന്നലെ ചുറ്റും കാടാണ്. ആ കാടിൻ്റെ ഉള്ളിലാണ് ഈ കാവ് നിൽക്കുന്നത്. പിന്നെ ഈ കാണുന്ന സ്ഥലമാണ് എൻ്റെ അമ്മയുടെ നാട്ടിൽ എൻ്റെ മോസ്റ്റ് ഫേവറേറ്റ് പ്ലേസ് എന്ന് പറയുന്നത്. എനിക്കെന്തായാലും ഈ സ്ഥലം നല്ല ഇഷ്ടമാണ്. അതുപോലെ നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും ഞാൻ വിചാരിക്കുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ഈ കാണുന്ന സ്ഥലങ്ങളിലൊക്കെ അമ്മ കുറേ ഓടിക്കളിച്ചിട്ടുണ്ടെന്നാണ് അമ്മ പറഞ്ഞിട്ടുള്ളത് കേട്ടോ. അടുത്തതായിട്ട് നമ്മൾ പോകുന്നത് ഒരു കുളം കാണാനാണ്. ആ കുളത്തിലാണ് അമ്മ ആദ്യമായിട്ട് നീന്തി പഠിച്ചത് കേട്ടോ. ഞാൻ എന്തായാലും ആ കുളത്തിലിറങ്ങി കൈയും കാലും മുഖമൊക്കെ ഒന്ന് കഴുകിയിട്ടുണ്ട്. എനിക്ക് കുളത്തിലിറങ്ങി നീന്താനൊന്നും പറ്റിയിട്ടില്ല. കാരണം ഞാൻ വീട്ടിൽ നിന്ന് വരുമ്പോൾ കുളിച്ചിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ ഇന്നത്തെ പ്രകൃതി രമണീയമായ കാഴ്ചകൾ ഇത്രയൊക്കെ തന്നെയുള്ളൂ. എങ്ങനെയുണ്ട്? ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ട കമൻറ്റ് ചെയ്യാൻ മറക്കല്ലേ.